ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നീ കേട്ടുകൊള്ളുക, മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മൽഗുണീരണം. പിന്നെ മത്തു ചൊവ്യാഘാതൃത്വം മൽക്കലാചാതാചാര്യോപാസന. പഞ്ചാമതും പുണ്യകീലത്വം യമനീയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത്. ആറാമതും മന്മേന്ദ്രോപാസകത്വം. ഏഴാമതെട്ടാമതും
മംഗളശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകയും സർവദാ മത്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യകർത്തങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നും എപ്പോഴും ഉറക്കയും മതത്വ വിചാരം കീറും വദാമതുപത്രേ. ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം മൂലം ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്ക് എന്നില്ലെത്തിടും. മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചു കൊൾക്ക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും സൂര്യസന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊൾക്ക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ഓം നമഃ ശിവായ. അധ്യാത്മ രാമായണം ആരണ്യകാണ്ഡത്തിൽ ആരണ്യത്തിലെ ജീവിതവും സീതാപഹരണവുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. രാമായണത്തിലെ സൗന്ദര്യ രഹസ്യം അതിനുള്ളിലെ അതിതീവ്രമായ ദുഃഖാനുഭവമാണ്. രാമന്റെ ജ്ഞാനവീര്യം ദുഃഖം കൊണ്ട് പാകപ്പെട്ടതാണ്. രാജ്യത്യാഗം, ബന്ധുവിവരം, പിതൃമരണം എന്നീ ഘട്ടങ്ങളിൽ ഉണ്ടാകാത്ത ശോകത്തിന്റെ ആഴം സീതാനഷ്ടത്തോടെ ശ്രീരാമൻ അനുഭവിക്കുന്നു. ആരണ്യകാണ്ഡത്തിൽ അല്പനേരം മാത്രമുള്ള അതിശക്തമായ ഒരു കഥാപാത്രമാണ് ശബരി. നിഷ്കളങ്കവും ദൃഢവുമായ വിഷ്ണുഭക്തി ആണ് ശബരിയെ അവിസ്മരണീയയാക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ നിന്ന് നേരിട്ട് മുക്തിക്കുള്ള മാർഗം സിദ്ധിച്ച ആളാണ് ശബരി. സജ്ജന സംഘം, ഗുണകീർത്തനം, വിഷയവൈരാഗ്യം തുടങ്ങിയ നവഭക്തിയെക്കുറിച്ച് ശ്രീരാമൻ ശബരിക്ക് ഉപദേശം നൽകുന്നു. ചിത്തശുദ്ധി വരുന്നവർക്ക് ഭക്തിയെ സിദ്ധിക്കാം. അവിടെ സ്ത്രീ പുരുഷ ഭേദമോ ഉച്ചനീചത്വമോ ഭഗവാന് ഭേദമില്ല. നിഷ്കാമ ഭക്തിയിലൂടെ മുക്തി നേടാം. ശ്രീരാമ മന്ത്രം ഉരുവിടുന്നതിലൂടെയും ശ്രീരാമ ഭജനത്തിലൂടെയും മുക്തിക്കുള്ള മാർഗം തെളിഞ്ഞു വരും എന്ന് രാമായണം നമ്മെ ബോധിപ്പിക്കുന്നു. സംഘർഷഭരിതമായ ഇന്നത്തെ ലോകത്തിൽ സമാധാനവും ക്ഷമയും ത്യാഗവും സേവന മനോഭാവവും ഉണ്ടെങ്കിൽ സദ്ഗതി പ്രാപിക്കാമെന്ന് ശബരിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഓം നമഃ ശിവായ.